ചിന്തിക്കുന്ന വിഷയം തെറ്റിൽ വീഴുമ്പോൾ എന്നുള്ളതാണ്. എന്താണ്? തെറ്റിൽ വീഴുമ്പോൾ അപ്സെറ്റ് ആകരുത്, സമനിലയോടെ പിടിച്ചു നിൽക്കണം, അധ്വാനിക്കണം, പരിഭ്രമിക്കരുത്. ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാവുന്ന അടുത്തൊരു വിഷയം. തെറ്റിൽ വീഴുമ്പോൾ അപ്സെറ്റ് ആകരുത്. പെട്ടെന്ന് നിങ്ങൾ എന്ന് കോപിക്കരുതെന്ന് വിചാരിക്കുന്നു, അന്നാണ് പൂരം കോപം വരണത്. കൈയും കാലും വറച്ചു പോകാന്ന്. സാധാരണ അതാണെങ്കിൽ നോർമലായിട്ടായിരുന്നു. ഭക്ഷണമൊക്കെ വേണ്ട, ഉപവാസം എടുക്കാമെന്ന് വിചാരിക്കുന്നു, അന്നാണ് പൂരം വിശപ്പ്, അന്ന് വീണ് പോകും. അപ്പോൾ നമുക്ക് വളരെ വിഷമാവും, ഭയങ്കര വിഷമാവും. ആത്മാർത്ഥമായിട്ട് ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് അന്ന് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവകൃപയിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിയല്ല, നിങ്ങളിൽ തന്നെയാണ് അധികമായും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ, അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സങ്കീർത്തനം 37-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. അതാണ് ഒരു കാര്യം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ കോപിക്കുകയോ നിങ്ങൾ തലകുത്തി മറിയോ വീഴുകയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഏത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ആ പാപത്തിൽ തന്നെ വീണ്ടും പടപടാന്ന് പറഞ്ഞ് വീഴും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വസ്ഥനായിരിക്കുക, ശാന്തമായിരിക്കുക, ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കുക. എന്താ ചെയ്യേണ്ടത്? പരിഭ്രമിക്കരുത്. ലാസ്റ്റ് ഭാഗം കണ്ടോ? ലാസ്റ്റ് ഭാഗം നോക്കി എന്താ? അങ്ങനെ ആ സമയത്ത് പരിഭ്രമിച്ച് എന്താ കുഴപ്പം? പരിഭ്രമിക്കരുത്. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. അതിൻ്റെ ലാസ്റ്റ് ഭാഗം കണ്ടോ? വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ച് എന്താ അത്? പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. അപ്പോൾ അതുകൊണ്ട് സ്വസ്ഥമായിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ആപത്തിൽ തെറ്റിൽ വീഴുമ്പോൾ അസ്വസ്ഥനാകരുത്. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അസ്വസ്ഥനാകരുത്. അത് ചില ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ആത്മീയ ജീവിതത്തിൽ അസ്വസ്ഥതയും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്സെറ്റ് ആകരുത്. നമ്മളവിടെ ശാന്തതയോടെ നിൽക്കുക. എന്ത് ചെയ്ത് ആ തെറ്റിൽ കടന്ന് നമ്മളെ തന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുകയാണെന്ന് ചിന്തിക്കുകയോ മടുക്കുകയോ തളരുകയോ നിരാശപ്പെടുകയോ സ്വയം ബലഹീനതയെക്കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയോ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഈ രംഗത്ത് ആത്മീയമായി മുന്നോട്ട് പോയ ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ശാന്തശീലത മഹാഗുരുവായ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ ഡിഗ്നിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പ്രീസ് എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരോട് മാത്രമല്ല നമ്മോട് തന്നെയും സൗമ്യത എന്ന ശീലം പാലിക്കേണ്ടതുണ്ട്. ഒരു തെറ്റിന് കീഴ്പ്പെട്ട ശേഷം ചിലർ തന്നോട് തന്നെ ധാർമ്മിക രോഷം കൊള്ളുകയും മനോദുഃഖത്തിൽ മുഴുകുകയും ചെയ്യാറുണ്ട്. ഈ വ്യാകുലതയുടെ നടുവിൽ അവർ മറ്റനേകായിരം തെറ്റുകൾ വരുത്തി വയ്ക്കും. എന്താ അതിൻ്റെ പ്രശ്നം? നമ്മളിങ്ങനെ വിഷമിച്ച് മറിഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നാൽ ആ സമയത്ത് വരുന്നതാണ് നിരാശ, ആ സമയത്ത് വരുന്നതാണ് പിന്മാറ്റം, ആ സമയത്ത് വരുന്ന ഇനി പ്രാർത്ഥനയെന്ന് കയറി പോരില്ലായിരിക്കും. നിങ്ങൾ എല്ലാവരും വിചാരിക്കണം വെളുപ്പിനെ 4:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുന്നു. എന്നാൽ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരിക്കലും പറ്റണില്ല. ആ സമയത്താണ് അവർക്ക് എവിടെ നിന്നാ അറിയാത്ത ക്ഷീണം എല്ലാം കൂടെ വന്ന് കിടന്ന് ഉറങ്ങണത്. അപ്പോൾ വിചാരിക്കും ഇനി നടക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ അപ്സെറ്റായി ഇനി നടക്കുകയല്ലെന്ന് അങ്ങനെ ചിന്തിക്കരുത്. ദൈവകൃപയിൽ നടക്കുമെന്ന് ചിന്തിക്കണം. ദൈവകൃപയിൽ എനിക്കിത് പറ്റുമെന്ന് ചിന്തിക്കണം. ഇതിനെ തരണം ചെയ്യുമെന്ന് പറയണം. ഈ രാത്രി കഴിഞ്ഞാൽ പ്രഭാതത്തിൻ്റെ വരവായി എന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ കൃപയ്ക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. ഇത് മാറ്റം വരുന്ന ദൈവത്തിന് പറ്റുമെന്ന്. മദ്യപാനത്തിന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു, 50 വർഷം അധ്വാനിച്ചു, 60 വർഷം അധ്വാനിച്ചു, പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശപ്പെടരുത്. ദൈവകൃപയിൽ നിനക്ക് ഇത് ഈ അവസ്ഥ കംപ്ലീറ്റ് മാറി പുതിയൊരവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഉയർത്താൻ പറ്റും. നിൻ്റെ മനസ്സിനൊന്ന് രൂപപ്പെടാൻ വേണ്ടി ദൈവം ഒരു പക്ഷേ നിൻ്റെ മനസ്സ് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി നിൻ്റെ മനസ്സ് രൂപപ്പെടാൻ വേണ്ടി ഒരു സമയം ദൈവം അനുവദിച്ചിരിക്കുകയായിരിക്കാം. നീ സ്വസ്ഥനായിരിക്കുക, നീ കർത്താവിനെ കാത്തിരിക്കുക, നിൻ്റെ പരിശ്രമം നീ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത്. വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ അദ്ദേഹം പറഞ്ഞെന്താണ്? കലങ്ങി മറിഞ്ഞ ജലത്തിൽ പിശാചിനെ പിടിക്കാൻ മത്സ്യത്തെ എപ്പോഴും അവൻ കണ്ടെത്തുന്നു. അതിനാൽ നാം തെറ്റിൽ വീണിരിക്കുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ അതിൽ നാം അസ്വസ്ഥപ്പെടരുത്. എന്തെന്നാൽ നാം സമാധാനപരമായി നമ്മെ തന്നെ എളിമപ്പെടുത്തണം, പാപം ഉപേക്ഷിക്കണം. അതോടൊപ്പം
വീണ്ടും തെറ്റിൽ വീഴാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ദൈവത്തിൽ നിന്ന് സഹായം തേടണം. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന്. അപ്പോൾ കലങ്ങി മറിഞ്ഞ അവസ്ഥ ഇരിക്കരുത്. സ്വയം വിഷമിച്ച് കൺഫ്യൂഷനിലായി സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് അസ്വസ്ഥനായിരുന്നാൽ അപ്പം തന്നെ പിശാചിന് ചാൻസായി. അവിടെ വന്ന് പിശാച് വിതയ്ക്കും, ദൈവത്തിനെതിരായ ചിന്തകൾ വിതയ്ക്കും, വിശ്വാസത്തിനെതിരായ ചിന്തകൾ വിതയ്ക്കും. എന്ത് പ്രശ്നം വീട്ടിലുണ്ടായാലും നിങ്ങൾ കലങ്ങി മറിഞ്ഞ് മടുത്തു, വയ്യ, ഇനി ഈ പ്രാർത്ഥനയൊന്നും മുന്നോട്ട് അധികം പോയില്ല, ഈ ശുശ്രൂഷയൊന്നും ഇനി അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല, എനിക്ക് രോഗം പിടിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ വയ്യാതെയായി, അങ്ങനെ ഒന്ന് കലങ്ങി മറിഞ്ഞ് ചിന്തിച്ച് തളർന്നിരിക്കരുത്. കലങ്ങിയ അന്തരീക്ഷത്തിൽ പിശാച് നമ്മുടെ ആത്മാവിനെ പിടികൂടും. അതുകൊണ്ട് നമ്മൾ അപ്പോഴൊക്കെ നമ്മൾ പറയണം, ഓക്കെ, ദൈവം അനുവദിച്ച ഒരു ചെറിയ സഹനം, ദൈവം അനുവദിച്ച ഒരു ചെറിയ പ്രതിസന്ധി, ഈ പ്രതിസന്ധി ദൈവത്തിൻ്റെ സഹായത്തോടെ ഈ കോട്ടയിൽ ഞാൻ ചാടിക്കടക്കും. അങ്ങനെ പറയണം. ദൈവസഹായത്തോടെ ഈ കോട്ടയിൽ ഞാൻ ചാടിക്കടക്കും, ഞാൻ സൈന്യനിരകളെ കർത്താവിൻ്റെ സഹായത്തോടെ ഞാൻ സൈന്യനിരകളെ ഭേദിക്കുമെന്ന് പറയണം. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ 1087, വിശുദ്ധ ഫൗസ്റ്റീന ഡയറി 1087. ഒരു ദിവസം ഒരു പ്രത്യേക പുണ്യം പരിശീലിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ കോപിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും, കോപിക്കുന്നതാണ്. ഇപ്പം ഇന്ന് തന്നെ ഞാനാണെങ്കിൽ കോപിക്കണ്ടെന്ന് വിചാരിച്ച് കുമ്പസാരിച്ച് എല്ലാം റെഡിയായി പിന്നെ തീരുമാനമെടുത്ത് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇതുവരെ ഇല്ലാത്ത പോലെ കോപം പൊട്ടി പുറപ്പെട്ടു വന്നത്. അതാണ് പറയുന്നത്, ഒരു പ്രത്യേക പുണ്യം പരിശീലിക്കാൻ ഞാൻ തീരുമാനിച്ചു. മറ്റ് ദിവസങ്ങളെക്കാൾ 10 പ്രാവശ്യം കൂടുതലായി ആ പുണ്യത്തിനെതിരായ പാപത്തിൽ ഞാൻ വീണുപോയി. സായാഹ്നത്തിൽ എന്തുകൊണ്ട് ഇന്ന് പതിവില്ലാതെ ഞാൻ വീഴ്ച വരുത്തിയെന്ന് വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ പ്രകാരം കേട്ടു: നീ എന്നിൽ കുറച്ചും നിന്നിൽ കൂടുതലും ആശ്രയിച്ചു. ഞാൻ എൻ്റെ വീഴ്ചകളുടെ കാരണം കണ്ടെത്തി. അപ്പോൾ എന്താ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതാണ് ദൈവത്തെ സംബന്ധിച്ച് മേജർ പാപമായിട്ട് കാണുന്നത്. നമുക്ക് വീഴ്ച പറ്റി, നമ്മുടെ ബലഹീനത നമ്മൾ വീണ്ടും വീണ് പോയി എന്നുള്ളതല്ല ദൈവത്തിൻ്റെ മെയിൻ പ്രശ്നം. ദൈവം നോക്കുമ്പോൾ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യാതെ, ദൈവത്തെ ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ദുരഭിമാനിയും ഹൃദയത്തുറവില്ലാത്തവനും കഠിന ഹൃദയനുമായൊരു മനുഷ്യനായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയം ഒന്ന് പരുവപ്പെടാൻ, ഒന്ന് എളിമപ്പെടാൻ ദൈവം ഒരു പക്ഷേ ചില വീഴ്ചകൾ നമുക്ക് അനുവദിക്കാം. നമ്മിൽ തന്നെയുള്ള ആശ്രയം എടുത്തു കളഞ്ഞ് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവത്തിന് നമ്മളെ പരിശീലിപ്പിക്കാൻ പറ്റും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശീലനം കൂടി ആയിരിക്കും ഒരു പക്ഷേ അത് അങ്ങനെയെല്ലാം സംഭവിക്കുന്നതിലൂടെ കർത്താവ് പദ്ധതി ഇടുന്നത്. ഫൗസ്റ്റീന ഡയറി 1488, ഫൗസ്റ്റീന ഡയറി 1488. കരുണാകരനായ ദൈവവും പരിപൂർണതയ്ക്കായി പരിശ്രമിക്കുന്ന ഒരു ആത്മാവും തമ്മിലുള്ള സംഭാഷണം. ഈശോ ചോദിക്കുകയാണ്: പുണ്യ പരിപൂർണതയ്ക്കായി യത്നിക്കുന്ന, സ്വർഗത്തിൽ പോകാൻ അഭിലഷിക്കുന്ന ആത്മാവേ, നിൻ്റെ പ്രയത്നങ്ങളിൽ ഞാൻ ഇഷ്ടപ്പെട്ടവനാണ്, ഞാൻ സംപ്രീതനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നിന്നെ മിക്കവാറും ദുഃഖിതയും നിരുന്മേഷയുമായി ഞാൻ കാണുന്നത്? എൻ്റെ കുഞ്ഞ്, എന്നോട് പറയുക, ഈ ദുഃഖഭാവത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് കാരണം എന്താണ്? ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് ചോദിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീന പരിപൂർണത പ്രാപിക്കാൻ വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, സ്വർഗത്തിൽ പോകാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആത്മാവ് പറയുകയാണ്: കർത്താവേ, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ്. ആത്മാർത്ഥമായ എൻ്റെ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ഞാൻ അതേ തെറ്റുകളിൽ തന്നെ വീണ്ടും വീഴുന്നു. പ്രഭാതത്തിൽ ഞാൻ പ്രതിജ്ഞകൾ എടുക്കും, എന്നാൽ സന്ധ്യാസമയത്ത് നോക്കുമ്പോൾ അവയിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണെന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ഈശോ അതിന് മറുപടി പറയുകയാണ്: എൻ്റെ കുഞ്ഞേ, നിന്നിൽ തന്നെ എന്താണെന്ന് നീ കാണുക. ഇത് നീ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല വീഴ്ചകൾ ദൈവം അനുവദിക്കുന്നത്. എൻ്റെ കുഞ്ഞേ, നിന്നിൽ തന്നെ എന്താണെന്ന് നീ കാണുക. ദൈവത്തിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഒറ്റ സെക്കൻഡ് നമുക്ക് മുന്നോട്ട് യാത്രയില്ല. നമ്മളുടെ യാത്ര അവിടെ തീർന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കൊരു ബോധ്യം കിട്ടണ്ടേ? എൻ്റെ കുഞ്ഞേ, നിന്നിൽ തന്നെ എന്താണെന്ന് നീ കാണുക. നിൻ്റെ വീഴ്ചകളുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയം വെക്കുന്നതും എന്നിൽ അല്പമാത്രം ആശ്രയം കണ്ടെത്തുന്നതാണ്. ഈ പറയുന്ന കാര്യം തന്നെ ഈ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. പലതവണ വീണ് എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. എന്ത്? നീ നിന്നിൽ തന്നെയാണ് ആശ്രയം വെക്കുന്നതെന്നും ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ വാക്കിൽ മാത്രമേ ഉള്ളൂ എന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. കർത്താവ് പറയുകയാണ്: നീ നിന്നിൽ തന്നെ വളരെ ആശ്രയം വെക്കുന്നതും എന്നിൽ അല്പമാത്രം ആശ്രയം കണ്ടെത്തുന്നതുമാണ് നിൻ്റെ ഈ വീഴ്ചകളുടെയൊക്കെ അടിസ്ഥാന കാരണം. എന്നാൽ അത് നിന്നെ വളരെയധികം ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. നിൻ്റെ ദുരവസ്ഥയ്ക്ക് അല്പം പോലും ക്ഷീണിപ്പിക്കുവാൻ സാധിക്കാത്ത കരുണയുടെ ദൈവവുമായിട്ടാണ് നീ ബന്ധപ്പെടുന്നത്. ഇത് നീ ഓർമ്മിക്കുക.
എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല. എത്ര പ്രാവശ്യം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, തൊട്ട് മുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞാൽ അത്രയും ദൈവം വളരെ അങ്ങോട്ട് സ്വീകരിക്കുക. നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ 100% തീരുമാനം എടുത്തു, ഇനി ഒരിക്കലും വീഴില്ല എന്ന് ചിന്തിച്ചു, അങ്ങനെ അലസതയില്ലാതെ അലസത വെടിഞ്ഞ് അധ്വാനിക്കാൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കുക. അതിൽ തന്നെ വീണ്ടും അലസതയിലേക്ക് വീണ് പോകും. അങ്ങനെ ഒരു അവസ്ഥ വരും. എന്താ? നമ്മുടെ തീരുമാനം പണ്ട് പത്രോസിലേക്ക് പറഞ്ഞ പോലെയാണ്. ഞാൻ ആരൊക്കെ ഉപേക്ഷിച്ചാലും ശരി, ഞാൻ ഉപേക്ഷിക്കില്ല കർത്താവേ എന്ന് പറഞ്ഞില്ല. എന്തായി? കർത്താവ് പറഞ്ഞു, നീ 3 പ്രാവശ്യം. കാരണം തന്നിൽ തന്നെ ആശ്രയിക്കുകയാണ്. ഇത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളരെ കടുത്ത ഒരു മേഖലയാണ്. നമ്മളിൽ തന്നെ നമ്മളൊന്നും അല്ലെന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് സമയം പഠിക്കും. ഞാനൊക്കെ ഇപ്പോൾ ആയിട്ടൊന്നും എനിക്ക് യാതൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് വിചാരിക്കും നമ്മളിത് ചെയ്യും, ഇത് ശരിയാക്കാം, പറ്റും, നമുക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. നമ്മളിൽ തന്നെ ആശ്രയം ഉണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മൾ അറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടണം. എന്താ? നിങ്ങൾ ഓരോ ഇത് വരേണ്ട സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുകയാണോ നോക്കണം. ഇപ്പോൾ മദ്യപിക്കുന്നൊരു വ്യക്തി കുമ്പസാരിച്ച് മദ്യം ഉപേക്ഷിച്ചു, എങ്ങനെ നല്ല 100% ക്ലിയറായി കർത്താവെ നന്ദി പറഞ്ഞ് ഇരിക്കുകയാണ്, ഇനി ഒരിക്കലും കുടിക്കില്ല, ഇനി കർത്താവിനോട് വേല ചെയ്യാന്നിരിക്കുന്നു, പെട്ടെന്ന് വീണുപോയി. അല്ലെങ്കിൽ ജഡികഭാവത്ത് ഇരിക്കുന്ന ഒരാൾ ഇനി ഒരിക്കലും ജഡികഭാവത്ത് വീണെന്ന് ചിന്തിച്ചിരുന്നു, അങ്ങനെ കൃപയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വീണുപോയി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഭക്ഷണാസക്തി, അതും അല്ലെങ്കിൽ ജഡികാസക്തി, അതുമല്ലെങ്കിൽ കോപാസക്തി, അതും അല്ലെങ്കിൽ ദ്രവ്യാസക്തി, അതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള മൂലപാപങ്ങൾ, അസൂയ, അതും അല്ലെങ്കിൽ അലസത, ഇങ്ങനെ അന്ധകാര സ്വഭാവങ്ങൾ, ദുർമോഹങ്ങൾ, എന്തുമാകാം. എൻ്റെ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കണ പ്രകൃതം, വേണ്ട ഞാൻ ആരോടും വഴക്കിനില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ എന്തായി? സംസാരിച്ച് പിടിച്ചു, അന്ന് കയ്യാങ്കളിയിലെത്തി. അതുവരെ വാക്കുകളുണ്ടായിരുന്നു, അന്ന് കയ്യാങ്കളിയിലെത്തും. അപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് ആത്മീയമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സ് തളരും. എന്നതായി ഇത്? എത്ര നാളായി ഒരു കാര്യത്തിൽ മുന്നോട്ടില്ലല്ലോ, എല്ലാം പണ്ടത്തേക്കാളും മോശമാകാണല്ലോ ചെയ്യണത്. ഇങ്ങനെ ചിന്തിച്ച് എന്തു ചെയ്യും? നിരുന്മേഷം, നിരുത്സാഹം, ഇത് രണ്ടിലേക്ക് നമ്മൾ വീണു പോകും. നിരുത്സാഹം, മടുപ്പ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ അത് എന്ത് സംഭവിച്ചു അപ്പം തന്നെ എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല. അപ്പോൾ ആത്മാവ് പറയുകയാണ് തുടർന്ന്, ആത്മാവ് അതെ, അതെല്ലാം ഞാൻ കർത്താവെ അംഗീകരിക്കുന്നു, എന്നാൽ വലിയ പ്രലോഭനം എന്നെ അലട്ടുന്നു, വളരെയധികം സംശയങ്ങൾ എന്നിൽ തന്നെ ഉയർന്നു വരുന്നു. അതിനേക്കാൾ കൂടുതലായി എല്ലാ കാര്യങ്ങളും എന്നെ അസ്വസ്ഥപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ ഇങ്ങനെ ശരിക്കും നല്ല പ്രോപ്പറായിട്ട് നന്നായിട്ട് പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടുന്നു, നിരുത്സാഹപ്പെടുന്നു. 2 കാര്യങ്ങൾ. എന്താ നമുക്ക് വരുന്ന 2 പ്രോബ്ലം? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒന്നും ശരിയാകുന്നില്ലല്ലോ, നമ്മൾ അസ്വസ്ഥരാകും. നമ്മൾ നന്നായിട്ട് ധ്യാനമൊക്കെ കുടിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അതാക്കുമ്പോൾ എല്ലാം തവിടുപൊടിയാകുന്നത്. നമ്മളെല്ലാം നമ്മുടെ ശുശ്രൂഷ ടീമിനൊക്കെ നന്നായിട്ട് നോക്കുമ്പോൾ അപ്പോഴത്തേന് 2 കടന്ന് തവിടുപൊടിയാക്കി തരും. അപ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ അസ്വസ്ഥരാക്കും. പിന്നെ രണ്ടാമത് നിരുത്സാഹം, മടുക്കും. ഇതൊന്നും അടിച്ചെടുത്ത് കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു മടുപ്പിലേക്ക് വരും. ഈ കരപ്പം പിടിച്ച കുട്ടീനെ അമ്മമാരെടുത്ത് വെക്കണ മാതിരി ഒരു പ്രത്യേക മടുപ്പ്. അപ്പോൾ എന്ത് ചെയ്തും? അപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്നു, നിരുത്സാഹം കൊണ്ടുവരുന്നു. അപ്പോഴോ ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, വിശുദ്ധിയിലേക്കുള്ള പാതയിലെ ഏറ്റവും വലിയ 2 തടസ്സങ്ങളാണ് നിരുത്സാഹപ്പെടലും അതിയായ ആകുലതയും. ഇനി എന്നാ ഇത് രക്ഷപ്പെടുക, ഇനി എന്നാ ഇത് മാറുക, എന്നാ ഈ സ്വഭാവം നിന്ന്, എന്നാ ഞാനൊരു വിശുദ്ധനാകുന്നത്, എന്നാണ് കർത്താവിനെ ഞാൻ സന്തോഷിപ്പിക്കാൻ തുടങ്ങുന്നത്, എന്നാണ് എൻ്റെ അഴുക്കല്ലോ ഒന്ന് മാറിക്കിട്ടുന്നത്. ഈ ഒരു ആകുലതയുണ്ടല്ലോ, ഇത് ആധ്യാത്മികതയല്ല. നിരുത്സാഹപ്പെടലും ആകുലതയും വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിലെ 2 പ്രധാന തടസ്സങ്ങളാണ്. ഇവ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിനുള്ള കഴിവ് നിന്നിൽ നിന്ന് ചോർത്തിക്കളയും. മടുക്കും കുറച്ച് കഴിയുമ്പം, പിന്നെ പണ്ടത്തെ ഉത്സാഹം ഇല്ലാതെയാവും. ഇവ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിനുള്ള കഴിവ് നിന്നിൽ നിന്ന് ചോർത്തിക്കളയും. എല്ലാ പ്രലോഭനങ്ങളും ഒന്നു ചേർന്നാലും അത് നിൻ്റെ ആന്തരിക സമാധാനത്തെ ശല്യപ്പെടുത്താൻ നീ അനുവദിക്കരുത്. നീ ഇങ്ങനെ പറയണം, ദൈവമുണ്ട്, ദൈവം എൻ്റെ കാര്യം നോക്കിക്കോളും, എന്നെ ദൈവത്തിന് അറിയാം, ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഒരു നിമിഷത്തേക്ക് പോലും
ഈ പ്രലോഭനങ്ങൾ നിൻ്റെ മനസമാധാനത്തെ നശിപ്പിക്കാൻ നീ അനുവദിക്കരുത്. നീ നിരുത്സാഹപ്പെടലിനും ആകുലതയ്ക്കും നിരുത്സാഹപ്പെടലിനും നിന്നെ തന്നെ വിട്ടുകൊടുക്കരുത്. നിരാശയും തൊട്ടാവാടി സ്വഭാവം, അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രണ്ട് സ്വഭാവങ്ങളാണ്. ചിലപ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. നിരാശയും തൊട്ടാവാടി സ്വഭാവവും സ്വയം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. സ്വയം സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ കഴിവുള്ള ആളാണ്, നമുക്കിത് ചെയ്യാൻ പറ്റും, നമുക്ക് വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ പറ്റും, അങ്ങനെ നമ്മളിൽ തന്നെ ആശ്രയിക്കുന്നൊരു പ്രകൃതം ഉണ്ടല്ലോ. അത് ഉണ്ടെങ്കിൽ ഈ നിരാശയും തൊട്ടാവാടി സ്വഭാവവും വരാൻ സാധ്യതയുണ്ട്. നിരാശയും തൊട്ടാവാടി സ്വഭാവവും സ്വയം സ്നേഹത്തിൻ്റെ സ്വയം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. നീ അല്പം പോലും നിരാശപ്പെടരുത്. കർത്താവ് പറയുകയാണ്, നീ എന്ത് വീഴ്ച വന്നാലും നീ അല്പം പോലും നിരാശപ്പെടരുത്. സബൂറത് പറഞ്ഞില്ലേ, ഈശോ വന്ന്, ഈശോ എടുത്ത്, ഈശോ സത്രത്തിൽ കൊണ്ടുപോയി, ഈശോ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി, ബാക്കി ധനാറ ഉണ്ടെങ്കിൽ അത് ധനാറയും കൂടെ നിനക്ക് വേണ്ടി പേ ചെയ്ത് നിന്നെ ആരോഗ്യവാനാക്കും. നിന്നെ വിശുദ്ധിയുടെ നല്ല ഉന്നത സ്ഥലത്തേക്ക് എത്തിക്കാൻ ഈശോയ്ക്ക് പദ്ധതിയുണ്ട്. നിൻ്റെ സ്വയം സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ സ്നേഹം ഭരണം നടത്തുവാനായി യത്നിക്കുക. നിന്നെ തന്നെ എനിക്ക് വിട്ടുതരിക എന്നാണ് പറയണത്. ഞാൻ നിന്നെ എടുത്ത് സത്രത്തിൽ കൊണ്ടുപോയി പരിചരിക്കട്ടെ. ഇപ്പോൾ ഈ കിടക്കുന്ന വഴി കിടക്കുന്ന ആൾ പറയും, തന്നെ തുടരുത്, ഞാൻ ഉരുണ്ട് പൊക്കോളാം, ഞാൻ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും പൊക്കോളാം, വേണ്ട ആരും ഹെൽപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്നാൽ ശരിയാവുമോ? ഇല്ല, അദ്ദേഹത്തിൽ നിന്ന് എടുക്കാൻ അനുവദിക്കണം. എനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്, സംബഡി ഹെൽപ്പ് മീ, എന്നെ ഒന്ന് എടുത്തോണ്ട് പോ എന്ന് പറഞ്ഞ് അങ്ങനെ രക്ഷിക്കുന്ന കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ തുടർന്ന് വായിച്ചു നോക്കിയേ? യത്നിക്കുക, ആത്മവിശ്വാസമുള്ളവളായിരിക്കുക. എൻ്റെ കുഞ്ഞേ, ക്ഷമ ചോദിക്കുവാനായി വരുന്നതിൽ അല്പം പോലും നീ വിഷമിക്കരുത്. ഒരു കാര്യം വന്നാൽ നിന്നെ തന്നെ ന്യായീകരിക്കരുത്, നീതീകരിക്കരുത്, നിന്നെ അത് സാരമില്ലെന്ന് പറയരുത്, അതിനെ അടിച്ചമർത്തരുത്, അത് അംഗീകരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യണം. നീ നേരെ ഈശോയുടെ അടുത്തേക്ക് പോകണം. കർത്താവേ, ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കർത്താവിനോട് നീ തുറന്ന് പറയണം. കുമ്പസാരിക്കണം, കൂദാശകൾ സ്വീകരിക്കണം. ഞാൻ എപ്പോഴും നിന്നോട് ക്ഷമിക്കാൻ സന്നദ്ധനാണ്. നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ക്ഷമ ചോദിക്കുമ്പോൾ എൻ്റെ കരുണയെ നീ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ കരുണയെ നീ നല്ലൊരു വലിയ ദൈവരാജ്യ സുഹൃത്താണ് ചെയ്യണത്. നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ഷമ ചോദിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ കരുണയുള്ള വിശ്വാസമാണത്, ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസമാണത്. ഈശോയ്ക്ക് ഞാൻ ഈശോയെ വിശ്വസിക്കുന്നു, ഈശോ എന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് എപ്പോഴും ഒരു 50 തവണ പാപം ചെയ്ത് 50 തവണ ഞാൻ ചെല്ലാൻ പറ്റണം. 100 തവണ പറ്റിയാൽ 100 തവണ ഞാൻ, ഒരു 150 തവണ വീണുപോയാൽ 150 തവണ എഴുന്നേറ്റ് ഈശോയുടെ എന്നെ ഇപ്പോഴും ഈശോ ഉപേക്ഷിക്കുന്നില്ല, എത്രമാത്രം ക്ഷമിച്ചു എന്ന കണക്ക് ഈശോ വെക്കുന്നില്ല, ഞാൻ ഇപ്പോഴും ചെല്ലുമെന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റിയാൽ, സ്വന്തം വിശുദ്ധിയിലും സ്വന്തം നീതിയിൽ ആശ്രയിക്കുന്നവർ പറ്റില്ല. സെൽഫ് റൈച്ചസ് ആയവർ കാല് തെറ്റി വീഴുന്ന മേഖലയാണത്. സെൽഫ് റൈച്ചസ്നെസ്, സ്വന്തം പുണ്യത്തിലുള്ള ആശ്രയത്വം, അങ്ങനെ അത് കംപ്ലീറ്റ് പറിച്ച് കളയണത് വരെ നമ്മളെ വീഴാൻ ദൈവം അനുവദിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് പൂർണ്ണമായി എപ്പോഴും ആശ്രയിച്ച് ചെല്ലുന്ന വിധം നമ്മുടെ മനസ്സിനെ കർത്താവ് നല്ല ശുദ്ധി ചെയ്തെടുക്കും. അങ്ങനെ പൂർണ്ണ ആശ്രയം. ഞാൻ അടുത്തതോ തുടർന്ന് എന്താ പറയണത്? ആത്മാവ് പറയുകയാണ്, ചെയ്യേണ്ട നല്ല കാര്യം എന്താണെന്ന് അറിയാം, പക്ഷേ അങ്ങേ പ്രീതിപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാം, പക്ഷേ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും പ്രതിസന്ധികളാണ്, എപ്പോഴും ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഈശോ എന്താ പറയണത്? ഈശോ ആത്മാവിനോട് സംസാരിക്കുകയാണ്. ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, ഈ ലോകത്തിലെ ജീവിതം തീർച്ചയായും ഒരു തീവ്ര പരിശ്രമമാണ്, ഒരു തീവ്ര യത്നമാണ്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞു, ഇതൊരു യുദ്ധമാണ്. നമ്മൾ വിചാരിക്കുന്നത് പിടീന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റില്ല, പിടീന്ന് പറഞ്ഞാൽ കയറി പോകാൻ പറ്റില്ല, ഉത്തരത്തെ വെച്ചിരിക്കുന്ന സാധനം എടുക്കണോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ വാർഫെയർ. ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ തീവ്ര പരിശ്രമത്തിൻ്റെ ഒരു മണ്ഡലമാണ്. എൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ഇങ്ങനെയുള്ള പരിശ്രമത്തിനിടയിൽ നിങ്ങൾ ഒരുപാട് പേര് ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ എല്ലാ ആഴ്ചയും കൂടുന്നവരാണ്. മിക്കവാറും എല്ലാവരും തന്നെ സൺഡേസ് ഒബ്സർവേഷൻ നടത്തുന്നവരാണ്. കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, വചനം കേൾക്കുന്നു. പക്ഷേ പിന്നെയും പിന്നെ ചിലപ്പോൾ നിരാശ, ചിലപ്പോൾ ചില കാര്യങ്ങൾ വീണ് പോകുമ്പോൾ മനസ്സുകൊണ്ട് ഒരു തളർച്ച.
കർത്താവ് പറയാണ്, നീ അസ്വസ്ഥനാകരുത്. തെറ്റിൽ വീഴുമ്പോൾ നീ അപ്സെറ്റ് ആകരുത്, നീ പതറരുത്, നീ കലങ്ങരുത്. എന്ത് ചെയ്യണം? ശാന്തശീലനായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് എന്താ പറയണത്? മറ്റുള്ളവരോട് മാത്രമല്ല നമ്മോട് തന്നെയും സൗമ്യത എന്ന ശീലം പരിശീലിക്കേണ്ടതുണ്ട്. ഒരു തെറ്റിന് കീഴ്പ്പെട്ട ശേഷം നമ്മളോട് തന്നെ ധാർമ്മിക രോഷം കൊള്ളുകയും മനോദുഃഖത്തിൽ മുഴുകുകയും ചെയ്യുന്നത് വലിയ അസംബന്ധമാണ്. ഈ വ്യാകുലത നടുവിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റനേകം തെറ്റുകൾ പോയി വരുത്തി വെക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നാലും മനോശരണത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക, യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക, യേശുവിനോട് പറയുക. ഫൗസ്റ്റീന ഡയറിയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഫൗസ്റ്റീന ഡയറി 1298 അല്ല 93 വാട്ട് ഈസ് ദാറ്റ്? 1293. ഓക്കെ, എന്താ അവിടെ പറയണത്? അവിടെ പറയണത് എങ്ങനെയാണ്? എൻ്റെ ആത്മാർത്ഥമായ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ചെറിയൊരു തെറ്റിൽ അകപ്പെടുന്നൊരു സാഹചര്യം എനിക്കുണ്ടായി. തെറ്റ് ചെറിയൊരു അപൂർണതയും മനസ്സറിയാതെ ചെയ്തു പോകുന്നതാണെങ്കിലും എൻ്റെ ആത്മാവിൽ കഠിന വേദന അനുഭവപ്പെട്ടു. ഇത് നമുക്ക് അനുഭവപ്പെടും. കഠിന വേദന, മനപ്രയാസം, ഒരു വലിയ തരത്തിലുള്ള ഒരു നിരുത്സാഹപ്പെടൽ, ഒരു ആകുലത. ജോലി നിർത്തിവെച്ച് അല്പസമയത്തേക്ക് ഞാൻ ചാപ്പലിൽ പോയി. ഈശോയുടെ പാദാന്തികത്തിൽ കമിഴ്ന്ന് വീണ് സ്നേഹത്തോടും വേദനയോടും കൂടെ ഞാൻ മാപ്പ് അപേക്ഷിച്ചു. അപ്പോഴോ ഇന്ന് രാവിലത്തെ വിശുദ്ധ കുർബാന സ്വീകരണാനന്തരം ഈശോയുമായി നടത്തിയ സംഭാഷണത്തിൽ ഞാൻ വിശ്വസ്തയായിരുന്നു കൊള്ളാമെന്ന് ഈശോയോട് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനാൽ എനിക്ക് വളരെ ലജ്ജ തോന്നി. ഞാൻ വീണ്ടും അത് തന്നെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഏത് കാര്യമാണോ വേണ്ടാന്ന് വെക്കേണ്ടത് അത് തന്നെ വീണ്ടും നമ്മൾ വീണ് പോകും. എനിക്ക് വളരെ ലജ്ജ തോന്നി. അപ്പോൾ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. ഈ ഒരു ചെറിയ അപൂർണത ഉണ്ടായില്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരികയില്ലായിരുന്നു. നീ ഇതറിയുക. നിന്നെ തന്നെ എളിമപ്പെടുത്തി മാപ്പപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന സമയങ്ങളിലെല്ലാം നിൻ്റെ ആത്മാവിലേക്ക് വളരെ ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു. അപ്പോൾ ഈശോയുടെ അടുക്ക് ഓരോ തവണ ഈശോയുടെ അടുക്ക് ചെല്ലാനൊരു ചാൻസാണ്. ഈശോയുടെ അടുക്ക് ചെല്ലുമ്പോൾ എന്താ? എൻ്റെ അടുക്കൽ വരുന്ന സമയങ്ങളിലെല്ലാം നിൻ്റെ ആത്മാവിലേക്ക് വളരെ ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ ചൊരിയുന്നു. ഈ അപൂർണതകൾ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. നിൻ്റെ സ്നേഹവും എളിമയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. യു ലൂസ് നത്തിങ് ബട്ട് യു ഗെയിൻ മച്ച്. നിനക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, നീ കൂടുതൽ നേടുന്നു. യു ലൂസ് നത്തിങ്, യു ഗെയിൻ മച്ച്. നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നീ കൂടുതൽ നേടുകയാണ് ചെയ്യുന്നത്. എഴുന്നേറ്റ് നിന്നേ. ഈ സമയം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല ദൈവമേ, പലതവണ ആത്മീയ യാത്രയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങൾ. ഏത് തിന്മേനാണോ അതിജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഞാൻ ഇതിനി ഒരിക്കലും ചെയ്യുകയില്ല, ഇനി ഇതൊരിക്കലും പറയുകയില്ല, ഇനി ഇങ്ങനെ ഒരിക്കലും പെരുമാറുകയില്ല, അങ്ങനെ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും പറയണതുമായ കാര്യത്തിൽ പിന്നെയും വീണ്ടും വീണു പോകുമ്പം, കുറേ കഴിയുമ്പം, വർഷങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്ന സമയത്ത്, മദ്യപാനമായിക്കോട്ടെ മയക്കുമരുന്നായിക്കൊള്ളട്ടെ, ആ സമയത്ത് മനസ്സ് തളർന്ന് നിരുത്സാഹപ്പെട്ട് ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്ന് ചിന്തിച്ച് ദൈവം പോലും ക്ഷമിക്കില്ല എന്ന് ചിന്തിക്കുന്ന ചില അന്തരീക്ഷത്തിൽ കടന്നു പോകുമ്പം സ്വന്തം തന്നെ ആശ്രയിക്കുന്ന പ്രകൃതത്തെ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായും അങ്ങയെ ആശ്രയിക്കാൻ അങ്ങയുടെ സന്നിധി ഞങ്ങൾക്ക് ഹൃദയത്തുറവി തരണമേ. ഞങ്ങളുടെ പദ്ധതികൾ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ, അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്താൻ, വീണ്ടും അങ്ങനെയൊക്കെ എപ്പോഴും വരാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം കർത്താവേ. തളർന്നിരിക്കുന്ന അനേകരുണ്ട്. ഈ രാത്രി അവരെല്ലാവരും പുഷ്ടി പ്രാപിക്കട്ടെ. ആത്മാവിലേക്ക് ഒരു പുതിയ ചൈതന്യം ഇപ്പോൾ ശക്തമായി ആവസിക്കട്ടെ. ഒരു അനോയിൻറ്റിങ് ശക്തമായ ഓരോ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കുക, ഉച്ചത്തെ സ്തുതിക്കുക. ശക്തമായ അഭിഷേകം, ശക്തമായ അഭിഷേകം, അഭിഷേകം, ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന. എന്റെ കൃപ കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേകി
അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാൽ അനുദിനവും. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ഉറക്കെ സ്തുതിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ.